ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജനിച്ച് വളർന്നത് നെയ്യാറ്റിൻകരയിൽ അതിനൂർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ്. അപ്പോൾ പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ വയലിൻ്റെ സൈഡിൽ കൂടെയുള്ള വരമ്പുകളിലൂടെ തോട്ടിലൊക്കെ ഇറങ്ങി കയറിയിട്ടൊക്കെ ആയിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഡിസംബർ സമയത്തൊക്കെ നമ്മൾ രാവിലെ സ്കൂളിൽ പോകുമ്പോഴേക്കും രണ്ട് സൈഡിലും ഈ നെല്ല് വളർന്ന് ഈ വരമ്പിലേക്ക് ചാഞ്ഞ് കിടക്കുന്നതിനിടയിൽ കൂടെയാണ് പോകേണ്ടത്. അപ്പുറം സൈഡ് എത്തുമ്പോഴേക്കും എന്തായാലും പാൻറ്റും ഒക്കെ ഫുള്ള് നനഞ്ഞിട്ടുണ്ടാവും. അത്രയ്ക്ക് മഞ്ഞ് കണങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഗ്രാമമായിരുന്നു ആ സമയത്ത്. പിന്നെ അവിടുന്ന് നെൽകൃഷി പതുക്കെ കുറഞ്ഞ് വാഴയിലേക്കും കപ്പയിലേട്ടൊക്കെ തിരിഞ്ഞു. ഇപ്പോൾ നെൽകൃഷി തീരെ ഇല്ലാത്തൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് കാര്യവട്ടത്താണ്. കാര്യവട്ടത്ത് പണ്ട് ഒരുപാട് വയലുകളൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രം നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. അതിൽ ഒരു സ്ഥലമാണ് പാങ്ങപ്പാറയിലുള്ള വളരെ ചെറിയൊരു ഏരിയയിലുള്ളൊരു കുഞ്ഞു പാടത്ത് മാത്രമാണ് ഇപ്പോൾ നെൽകൃഷി ഉള്ളത്. അവിടെ നെൽകൃഷി ചെയ്യുന്നത് വളരെ പ്രായമായുള്ളൊരു ടീച്ചറാണ്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ടീച്ചറിൻ്റെ ഫയലിൽ ഇന്ന് നെല്ല് വിതയ്ക്കുകയാണ്. അപ്പോൾ അതിലുള്ള വിശേഷങ്ങളാണ്. കൃഷി ഓഫീസറൊക്കെ ഉണ്ട്. വീഡിയോയിലേക്ക് പോകാനും പിന്നെ ഞാൻ സന്തോഷ്. ഞാനിവിടെ ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കുറേ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെ വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചിരിക്കും. നമ്മൾ ഇതുപോലെ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുന്നത്. നമ്മൾ കൃഷി ഓഫീസർ ശ്രീ മനു സാറും പിന്നെ ഹരിതം ഓർഗാനിക് ഗ്രൂപ്പ് അംഗങ്ങളും പിന്നെ കുറച്ച് പേരോട് ചേർന്നിട്ട് ചെറിയൊരു ചടങ്ങായിട്ട് ഈ ഒരു വിത്തിടിയിൽ ചടങ്ങ് നിർവഹിച്ചു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് നമ്മുടെ പത്മിനി കുഞ്ഞമ്മ എന്ന് പറയുന്ന ടീച്ചറുടെ നെൽവയലിന് സമീപമാണ്. ശ്രീകാര്യം കൃഷിഭവൻ്റെ പരിധിയിൽ നെൽകൃഷി ചെയ്യുന്ന, ഇപ്പോൾ നിലവിൽ നെൽകൃഷി ചെയ്യുന്ന ഒരേ ഒരു കർഷകയാണ് ശ്രീമതി പത്മിനി കുഞ്ഞമ്മ ടീച്ചർ. അപ്പോൾ ഇപ്പം വളരെ അന്യം നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഈ സിറ്റി ഏരിയകളിൽ വളരെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് നെൽകൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചറിനെ പോലുള്ള ഇത്രയും പ്രായമായിട്ട് കൂടി അതിലൊരു താല്പര്യം കൊണ്ടും അതുപോലെ ഭാവി തലമുറയ്ക്ക് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടും ഈ നെൽകൃഷി ചെയ്യുന്ന ടീച്ചറിനെ പോലെയുള്ള വലിയ ആൾക്കാരെ നമ്മൾ എപ്പോഴും മനസ്സുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് നെൽകൃഷി എന്ന് പറയുന്നത് ഒരു നമ്മളെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം മാത്രമല്ല, ഒരു പാരിസ്ഥിതികമായിട്ടും അതിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കൃഷിയാണ് നെൽകൃഷി. ഈ നെൽവയലുകളെല്ലാം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന മഴവെള്ളത്തിൽ കൂടെ കിട്ടുന്ന ജലം നല്ലൊരു ശതമാനവും ഭൂമിയിൽ തങ്ങുന്നത്. ഇപ്പോൾ നെൽവയലുകളെല്ലാം നികന്നു പോയി കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്കം പോലുള്ള വളരെ ദുരന്തങ്ങൾ നമ്മൾ ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും വരാത്ത രീതിയിൽ നമ്മൾ കൂടുതൽ ആൾക്കാർ ഈ നെൽകൃഷിയിലേക്ക് ഇറങ്ങണം. നിങ്ങൾ തരിച്ചിട്ടിരിക്കുന്ന എല്ലാ നെൽവയലുകളും കൃഷി ചെയ്യാനുള്ള ഒരു മുന്നോട്ട് വരണം. അതിന് എല്ലാ സംവിധാനങ്ങളും നമ്മളെ കൃഷിഭവൻ ചെയ്തു നൽകുന്നുണ്ട്. നമ്മുടെ കൃഷിഭവൻ മാത്രമല്ല, സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ കൃഷിഭവനുകളും ഇത്തരം പദ്ധതികളുമായി ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഈ ഒരു നെൽകൃഷിയുമായിട്ട് മുന്നോട്ട് വരണം. ഇപ്പോൾ സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇതിനു വേണ്ടി നൽകുന്നുണ്ട്. അപ്പം നമസ്കാരം ടീച്ചറെ. ടീച്ചറെ ഇപ്പം നമ്മുടെ പാങ്ങപ്പാറ, അതായത് നമ്മുടെ ശ്രീകാര്യം സോണിൽ വരുന്ന ഏരിയയിൽ നെൽകൃഷി ചെയ്യുന്ന ഒരേ ഒരു കർഷകയാണ്. അപ്പോൾ ടീച്ചർ എത്ര നാൾ കൊണ്ട് നമുക്കിവിടെ നെൽകൃഷി ചെയ്യുന്നുണ്ട്? എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ ഇവിടെ നെൽകൃഷിയുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തും 2 വയലുണ്ടായിരുന്നു, അത് വിറ്റു.
പിന്നെ അച്ഛനുണ്ടായിരുന്നാലും മുഴുവനും കൃഷി ചെയ്യുമായിരുന്നു. എനിക്കതിനെ നശിപ്പിച്ച് കളയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഓർമ്മ വെച്ച കാലം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-60 വർഷം തൊട്ടേ അല്ലേ, അതിന് മുന്നേ തൊട്ടേ തന്നെ ഇവിടെ കൃഷിയുള്ള ഒരു പ്രദേശമായിരുന്നു. പക്ഷേ ഇപ്പം അർബനൈസേഷൻ്റെ ഭാഗമായിട്ടും നഗരവൽക്കരണം, അതായത് നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം അല്ലേ പല രീതിയിൽ മാറിക്കൊണ്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ഇത് ടീച്ചറിൻ്റെ അഭിപ്രായത്തിൽ ഈ നെൽകൃഷി ഉള്ളതിനുള്ള പ്രചോദനം എന്താണ്? മനസ്സിലൊരു സന്തോഷം, മാനസികമായിട്ട് നല്ല സന്തോഷമുണ്ട്. അതുമാത്രമല്ല വിഷം അടിക്കാത്ത അരിയും മറ്റും കഴിക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. മുമ്പ് പശുവൊക്കെ ഉണ്ടായിരുന്നതാണ്, അന്നേരം ബാക്കിയോലൊക്കെ അതിനെടുക്കും. ഇപ്പോൾ പശുവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ജോലിക്കാരനാണ് കൊടുക്കുന്നത് ഇതെല്ലാം. അപ്പോൾ താങ്കളുടെ പേര് ജോണി അല്ലേ? ജോണി. ഓക്കെ. അപ്പോൾ താങ്കൾ എത്ര നാളായിട്ട് ടീച്ചറിൻ്റെ ഈ ഒരു നെൽവയലിൽ? 4 വർഷം കൊണ്ട് ഇത് 4 വർഷം കൊണ്ട് ചെയ്യണം. എങ്ങനെയുണ്ട് നെൽ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ? അത് താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? അത് നല്ല ഒരു കൃഷിയാണോ അതോ? നല്ല രീതിയിലുള്ള കൃഷിയാണ് ചെയ്യണം ഇത്. പക്ഷേ ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ജോലിക്കാർ മെയിനായിട്ട് കുറവാണ്. ഉള്ളവരെ കൊണ്ടുവന്ന് വെച്ച് ചെയ്യുന്നു. പിന്നെ നല്ല ഇതാണ്. പക്ഷേ കഴിഞ്ഞ കൃഷി ഭയങ്കര നഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത്. ശരി, ഓക്കെ. ഈ നെൽകൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഒന്നാമത്തെ കാര്യം കൂടുതൽ കള കയറാത്ത രീതിയിൽ വെള്ളവും കൂടുതൽ കയറി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. വലിയ മെയിനായിട്ട് കളയാണ് ഇപ്പം. കളയാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? വിതയ്ക്കുന്നത് കൊണ്ട് നമുക്ക് കള എടുക്കാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ നെരിങ്ങയല്ലേ പറഞ്ഞത്. ഇപ്പം നടവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കള എടുക്കാം. അപ്പോൾ അതിന് ഒത്തിരി പാടാണ്. നമ്മൾ എന്താണ് ഞാറ് നടുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. നമുക്ക് ഇടയിൽ കയറി നടക്കാനും ബാക്കിയുള്ള നമുക്കിത് ചാല് വഴിയുള്ള പരിപാടി മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പം നടാൻ വേണ്ടി ആരുമില്ല. ഈ നടാൻ വേണ്ടിയുള്ള പണ്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും. ഇപ്പം നടാൻ ആരുമില്ല. പിന്നെ ഇത്രയും വേണ്ടി നടാൻ വേണ്ടി മെഷീൻ കൊണ്ടുവരണതും വലിയ പാടാണ്. അപ്പോൾ ഇത് ഇറങ്ങിയാലും കയറാൻ ആരും ബുദ്ധിമുട്ട്. അങ്ങനെ ആയതുകൊണ്ടാണ് വിതപ്പാക്കിയത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് നമ്മുടെ രത്നകുമാർ സാർ, ഇദ്ദേഹം നമ്മുടെ ഹരിതം ഓർഗാനിക് കൃഷിക്കൂട്ടത്തിൻ്റെ സെക്രട്ടറിയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കൃഷിക്കൂട്ടത്തിൻ്റെ കീഴിലാണ് നമ്മളെ ടീച്ചർ വരുന്നത്, ഈ നെൽകൃഷി ചെയ്യുന്ന പത്മിനി കുഞ്ഞമ്മ ടീച്ചർ. അപ്പം ഇദ്ദേഹത്തിന് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാർ. ഈ നെൽകൃഷിയെക്കുറിച്ച് ഒരു 2 വാക്ക് സാർ സംസാരിക്കും. ആദ്യമായി പത്മിനി ടീച്ചറെ അനുമോദിക്കുകയാണ്. ഇത്രയധികം പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും പൂർവികർ കൈ തന്ന ഈ ഭൂമി അതുപോലെ തന്നെ നെൽകൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ മറന്നുകൊണ്ട് ജീവിക്കുന്ന 2 അനുഭവങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, നമ്മുടെ വേസ്റ്റ് കൂമ്പാരത്തിൽ നിന്ന് അത് മാറ്റാൻ പോയ ജോയി എന്നുള്ള സുഹൃത്തിനെ നമുക്ക് നഷ്ടപ്പെട്ടു. കർണാടകയിൽ ഇപ്പോഴും തെരച്ചിൽ നടക്കാൻ മണ്ണിടിഞ്ഞ് വീണ് ഭൂമിയെ സർവ്വനാശത്തിലേക്കും നയിക്കുന്നത് നമ്മുടെ ആവാസം വ്യവസ്ഥ മറന്നുകൊണ്ടുള്ള മനുഷ്യൻ്റെ ആധുനികവൽക്കരണമാണ്. അത് ഇതുപോലത്തെ ദുരിതങ്ങളിലേക്ക് നമ്മുടെ ജീവിതം തന്നെ അസാധ്യം നിൽക്കുകയാണ്. അതിന് ഒരു പ്രതിവിധി എന്ന് വെച്ചാൽ ഇതുപോലുള്ള കൊച്ചു കാര്യങ്ങളിലാണ്. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക, ഈ ഓർഗാനിക് കൃഷി ചെയ്യുക, ആ ഭൂമി ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ഒരു അടയാളമാണ്. ഇങ്ങനെയാണ് ഇനി ജീവിക്കേണ്ടത്. വരും തലമുറയ്ക്ക് വേണ്ടിയും കൂടി ഒരു മാതൃകയാണ് ഈ നെൽകൃഷി. നമുക്ക് സിറ്റിയിലുള്ള കുട്ടികൾക്കായാലും ആൾക്കാർക്കായാലും ഈ ഒരു അനുഭവം വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുതുതലമുറയ്ക്ക് വേണ്ടി. അവർക്ക് വന്ന് പഠിക്കാനും കാണാൻ വേണ്ടി ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ഒരു പ്രവർത്തനം മാതൃകയാകുമെന്ന് ടീച്ചറിന് എല്ലാവിധ സപ്പോർട്ടും നൽകുകയാണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. അതിനുശേഷം കുറേ കുഞ്ഞു കൂട്ടുകാർ ഈ പാടവും അതിനകത്ത് വിത്തിടുന്ന കാര്യങ്ങളൊക്കെ കാണാൻ വന്നിരുന്നു. നമ്മുടെ ഒരു വീടിൻ്റെ ടെറസിൻ്റെ മേളിൽ നിന്ന് ചെയ്യുന്ന വീഡിയോകളിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്കൂള്. അത് കാര്യവട്ടം ഗവൺമെൻറ് UP സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിലുള്ള ഹെഡ് മാസ്റ്റർ ശ്രീ കൃഷ്ണൻകുട്ടി സാറും കുറച്ച് ടീച്ചേഴ്സും കുറച്ച് കുഞ്ഞു കൂട്ടുകാരോടെ ചേർന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പേ ആദ്യം കൃഷി ഓഫീസർ ആരാണെന്ന് അറിയാമോ? കൃഷി ഓഫീസർ എന്ന് കേട്ടിട്ടുണ്ടോ? കൃഷി ഭവൻ എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെയാണ് കൃഷിഭവൻ ഉള്ളത്? നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ടോ കൃഷിഭവൻ? നിങ്ങളെല്ലാവരും ശ്രീകാര്യത്തുള്ള ആൾക്കാരാണോ അതോ ദൂരെയൊക്കെ ആൾക്കാരുണ്ടോ? ദൂരെ എന്നൊക്കെ വരും. എല്ലാ പഞ്ചായത്തിലുമാണ് കൃഷിഭവൻ ഉള്ളത് കേട്ടോ. പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ വരുമ്പോൾ കോർപ്പറേഷൻ്റെ ഓരോ സോണുണ്ട്. ശ്രീകാര്യ സോണ്, അതുപോലെ ആറ്റിപ്പുറ സോണ്, അങ്ങനെ ഓരോ സോണുണ്ട്. അവിടെയൊക്കെയാണ് കൃഷിഭവൻ വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ ശ്രീകാര്യം സോൺ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുന്ന ശ്രീകാര്യം സോൺ എന്ന് പറയുന്ന സ്ഥലത്തെ കൃഷി ഓഫീസറാണ് ഞാൻ. അങ്കിൾ, ഓക്കെ. നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരിക്കുന്നു. ഇന്ന് വയലിലിറങ്ങാം, തോട്ടിലിറങ്ങി കൈകാലം കഴുകാം. ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല. നിങ്ങൾക്കൊന്നൊരു അനുഭവം ഇനി കിട്ടില്ല. അപ്പോൾ അടിച്ചു പൊളിക്കാം നമുക്ക്. അവർ വയലും ചെളിയും വെള്ളവും എല്ലാം കണ്ടു, അതിനകത്ത് ഇറങ്ങി നന്നായിട്ട് ഉല്ലസിച്ചു.
കുറച്ച് ഭാഗത്ത് അവർ വിത്തെറിയുകയും ചെയ്തു. പിന്നെ ടീച്ചേഴ്സും ഹെഡ് മാസ്റ്ററും എല്ലാം കൂടെ ചേർന്ന് ഒരു പാട്ടൊക്കെ പാടി നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടാണ് അവർ കയറിപ്പോയത്. ഞങ്ങളുടെ കണ്ടെത്തി ചങ്കു കണ്ടെത്തി നാളെ നമുക്കൊരു വിത്തിടിലുണ്ടേ ഞങ്ങളുടെ കണ്ടെത്തി ചങ്കു കണ്ടെത്തി നമ്മുടെ കണ്ടെത്തി ചങ്ക് കണ്ടെത്തി നാളെ നമുക്കൊരു വിത്തിടിലുണ്ട് താരാദീനം ദാദീനം ദിനം താരാ ചങ്ക് കണ്ടത്തിന്റെ ചന്തം കണ്ടോളെ ചങ്ക് കണ്ടത്തിന്റെ ചന്തം കണ്ടോളെ ചങ്കിച്ച് നിൽക്കും കാറമ്പി പെണ്ണാളെ ചങ്കിച്ച് നിൽക്കും കാറമ്പി പെണ്ണാളെ അപ്പോൾ ഇന്നും ഇതുപോലുള്ള നമ്മുടെ കാർഷിക സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കണ്ടെത്തണം. കൂടാതെ അവരുടെ പാത പിന്തുടരാൻ പറ്റുമെങ്കിൽ കുറച്ചെങ്കിലും രീതിയിൽ നമുക്ക് അവരുടെ പാത പിന്തുടർന്ന് ഓർഗാനിക് ഫാമിംഗ് അങ്ങനെയുള്ള ഫാമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കതൊരു നല്ലൊരു കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് കുറച്ചെങ്കിലും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ തുടങ്ങുക. ഇതിന് മുന്നേ ഉള്ള വർഷങ്ങളിൽ പത്മിനി ടീച്ചർ കൊയ്ത്ത് നടത്തുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചടങ്ങായിട്ട് നടത്താറുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം. ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.